ടിക്ടോക്ക് എന്ന സമൂഹമാധ്യമം വൈറലായതോടെയാണ് സാധാരണക്കാരും സമൂഹമാധ്യമങ്ങളിൽ വൈറലാകാൻ തുടങ്ങിയത്. മുൻപ് ഡബ് സ്മാഷ് പോലെയുള്ള സമാന ആപ്ലിക്കേഷനുകൾ ഉണ്ടായിരുന്നിട്ടും ടിക്ടോക്കിന് ലഭിച്ച സ്വീകാര്യത അതിനൊന്നും ലഭിച്ചിട്ടില്ല. ആദ്യം മ്യൂസിക്കലി എന്ന പേരിൽ അറിയപ്പെട്ട ടിക്ടോക്ക് വളരെ പെട്ടെന്നാണ് ഇന്റർനെറ്റ് ലോകത്ത് തരംഗമായത്. ടിക്ടോക്ക് വഴി കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങൾക്കിടയിലെ യുവാക്കൾക്കിടയിൽ വെറുപ്പ് പ്രചരിക്കുന്ന രീതിയിൽ വീഡിയോ നിർമ്മിച്ചിറക്കിയത് ഇടക്കാലത്ത് വിവാദമായിരുന്നു. ടിക്ടോക്ക് ആപ്പ് വരെ നിരോധിക്കണമെന്ന ആവശ്യം ആ സമയത്ത് ഉയർന്നിരുന്നു. ആഗോള ലോകത്ത് തന്നെ വൻ തരംഗമാണ് ആപ്പുകൾക്കിടയിൽ ടിക്ടോക്ക് നിർമ്മിച്ചിട്ടുള്ളത്. ചൈനീസ് ആപ്പായ ടിക്ടോക്ക് നിരോധിക്കുന്നുവെന്നും 13 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ടിക്ടോക്ക് ഉപയോഗിപ്പിക്കരുത് എന്നും വാർത്തകൾ വന്നിരുന്നു. എങ്കിലും ഇതിന്റെ ജനപ്രിയത ഇതുവരെ തീരെ കുറഞ്ഞിട്ടില്ല. സിനിമാ താരങ്ങളും ഇത്തരം ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാറുണ്ട്. ഗായത്രി സുരേഷ്, വന്ദന തുടങ്ങിയ സിനിമാ താരങ്ങൾ ടിക്ടോക്കിൽ സജീവവുമാണ്. ഇപ്പോൾ ടിക്ടോക്കിൽ തരംഗമായിരിക്കുന്നത് നസീറിന്റെ ഒരു പഴയ ഡയലോഗാണ്. പ്രേമമോ അമ്പടി ജിഞ്ചിനാക്കടി എന്നാണ് രസകരമായ ആ ഡയലോഗ്. ഇതാണിപ്പോൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ വൈറലാകുന്നത് നടി ഹണിറോസിന്റെ സമാന വീഡിയോ ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്ററിലാണ് ഹണിറോസ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തായാലും ആരാധകർ ഹണിറോസിന്റെ ജിഞ്ചിനാക്കടി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലാണ് താരം ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മോഡേൺ വേഷത്തിലും നാടൻ വേഷത്തിലും ഒരുപോലെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് നടി ഹണിറോസ്. ടൈപ്പ് കാസ്റ്റിംഗിൽ ഒതുങ്ങാതെ എല്ലാത്തരം കഥാപാത്രങ്ങളും തന്റെ കയ്യിൽ ഭദ്രമാണെന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ താരം തെളിയിച്ചിരുന്നു. 2005 വിനയൻ ചിത്രമായ ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് ഹണിറോസ് വെള്ളിത്തിരയിൽ ചുവടുവെച്ചത്. തുടർന്ന് തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ചിത്രങ്ങളിലും ഭാഗമായിരുന്നു. സാധാരണഗതിയിൽ അന്യഭാഷാ ചിത്രങ്ങളിൽ ചുവടുറപ്പിച്ചാൽ പിന്നെ വിരലിലെണ്ണാവുന്ന നായികമാരെ മാത്രമേ മലയാള സിനിമയിൽ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അന്യഭാഷാ ചിത്രങ്ങളിൽ തിളങ്ങുമ്പോഴും മലയാളത്തിലും സജീവമായിരുന്നു താരം. കലാഭവൻ മണിയുടെ ജീവിതത്തെ ആസ്പദമാക്കി വിനയൻ സംവിധാനം ചെയ്ത കുടിക്കാരൻ ചെങ്ങാതി, കവിത എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ താരം അവതരിപ്പിച്ചത്. ഹണിറോസിന്റെ കരിയറിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രം കൂടിയായിരുന്നു കവിത. മികച്ച സ്വീകാര്യതയാണ് ചിത്രത്തിനും ലഭിച്ചത്. സാധാരണഗതിയിൽ നടിമാരുടെ ഗ്ലാമർ ഫോട്ടോഷൂട്ടിനെ വിമർശിച്ച് ഒരു കൂട്ടർ ആൾക്കാർ എത്താറുണ്ട്. യൂട്യൂബിലൂടെയും മറ്റും അധികം കേൾക്കേണ്ടി വരുന്നത് വിമർശനങ്ങളായിരിക്കും. എന്നാൽ ഹണിറോസിന്റെ ഗ്ലാമറസ് ഫോട്ടോഷൂട്ടിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. ക്യൂട്ടായിട്ടുണ്ടെന്നും അല്പം പോലും വൾഗാരിറ്റി ഇല്ലെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. മലയാളത്തിന്റെ ഹോളിവുഡ് സുന്ദരി എന്നും ഹണിറോസിനെ വിശേഷിപ്പിക്കുന്നവരുണ്ട്. വെറൈറ്റി രീതിയിലുള്ള കോസ്റ്റ്യൂമുകളാണ് താരം ഫോട്ടോഷൂട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. വിനയൻ സംവിധാനം ചെയ്ത ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് ഹണിറോസ് സിനിമയിലെത്തിയതെങ്കിലും ട്രിവാൻഡ്രം ലോഡ്ജിലെ ധ്വനി നമ്പ്യാർ എന്ന കഥാപാത്രം സിനിമയിലെ താരത്തിന്റെ തിരിച്ചുവരവിന് കളമൊരുക്കിയിരുന്നു. പിന്നീട് ഹണിറോസ് ചെയ്ത സിനിമയിലെ കഥാപാത്രങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നവയായിരുന്നു. കുംഭസാരം എന്ന ചിത്രത്തിൽ ഹണിറോസിന്റെ മറ്റൊരു വേഷഭാവ പകർച്ചയാണ് കണ്ടിരുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.